Magic Season 4 powered by Kitchen Treasures and presented by Dhatri Eat Pure മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഒരു പുതിയ റൗണ്ട് തുടങ്ങുകയാണെന്ന്. ഈ പുതിയ റൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യലാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൗണ്ടാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ പല പല ഡേഞ്ചർ സോൺ വിശേഷങ്ങളും സേഫ് സോണിലേക്ക് പോയ കാര്യങ്ങളും ഒക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത്. എന്തായാലും നിങ്ങൾക്കും ഒക്കെ ഒരു ആകാംക്ഷ ഉണ്ടാവും, എന്താണ് ഈ റൗണ്ട്. കാരണം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇതൊരു എലിമിനേഷൻ റൗണ്ട് ആയിരിക്കും. എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടമുള്ള കാര്യമില്ല, ഞങ്ങൾക്കുമല്ല. എങ്കിലും ഒരു മത്സരമാകുമ്പോൾ എലിമിനേഷൻ റൗണ്ട് ഒരു അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു എലിമിനേഷൻ റൗണ്ടിലൂടെ കടന്നു പോകാൻ പോകും. അപ്പോൾ ഈ ഒരു റൗണ്ടിലും എന്നോടൊപ്പം ഷെഫ് മൈക്കിളുണ്ട്. അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യും. നമ്മളുടെ പുതിയ റൗണ്ടാണ്. ഇതൊരു ഭയങ്കര ക്രൂഷ്യൽ റൗണ്ടാണ്. കാര്യം എലിമിനേഷൻ. കുറേ ദിവസമായില്ലേ എലിമിനേഷൻ എന്നുള്ളൊരു റൗണ്ട് ചെയ്തില്ല. എപ്പോഴും നമ്മൾ ഡേഞ്ചർ സോണിൽ നിർത്തിയിട്ട്, കാര്യം നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ ഭയങ്കര വിഷമമാണ്. നമ്മുടെ കണ്ടസ്റ്റൻസ് ഇങ്ങനെ കുറേ നാളായിട്ട് നമ്മുടെ കൂടെ ഉള്ളതല്ലേ, അപ്പോൾ അവരെ വിടുക എന്നുള്ളത് കുറച്ച് ടഫാണ്. എങ്കിലും കോമ്പറ്റീഷൻ ഈസ് കോമ്പറ്റീഷൻ, സോ വി ഹാവ് ടു ഡു ഇറ്റ്. അപ്പോൾ നമ്മളുടെ കണ്ടസ്റ്റൻസ് എല്ലാം റെഡിയാണ്. നമ്മളുടെ ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന 6 പേര്. സോ അവരെ വിളിക്കും. സോ പ്ലീസ് വരും. അപ്പോൾ നോക്കൗട്ട് റൗണ്ട് കഴിഞ്ഞു. നിങ്ങൾ ഇപ്പോൾ ഡേഞ്ചർ സോണിലുള്ള 6 പേരാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ഡേഞ്ചർ സോൺ, സേഫ് സോൺ അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു നമ്മളുടെ കോമ്പറ്റീഷൻ ഈസ് ഓൾമോസ്റ്റ് ഹാഫ് വേ. ഒരു കുറേ ആയില്ലേ, കുറേ പകുതി കൂടുതൽ കഴിഞ്ഞു. അപ്പോൾ ഇനി എലിമിനേഷൻ്റെ സമയമാകും. അതുകൊണ്ട് ഈ ഒരു ഡേഞ്ചർ സോൺ കഴിഞ്ഞിട്ട്, അതായത് നിങ്ങൾ ഇത്രയും പേരെ വെച്ചിട്ടാണ് ഒരു എലിമിനേഷൻ റൗണ്ടാണ് നിങ്ങൾ ഫേസ്. എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ ആർക്കും സന്തോഷമുള്ള കാര്യമില്ല, ഞങ്ങൾക്കും അല്ല നിങ്ങൾക്കും അല്ല, അനിവാര്യമാണ്. അതുകൊണ്ട് എലിമിനേഷൻ. പക്ഷെ നിങ്ങൾ നന്നായിട്ട് പ്രയത്നിക്കുക. അപ്പോൾ ഒരു എന്താ വേണ്ടതെന്നുള്ളതാണ്. ഏതാണ് നിങ്ങൾക്ക് തരുന്ന തീം? ഓക്കെ, എല്ലാവർക്കും കൂടി ചേർന്നിട്ട് ഒറ്റ ഐറ്റമാണ് പറയുന്നത്. ആ ഐറ്റം തന്നെയാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല. എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, കാര്യം നമ്മൾ സാധാരണ നിങ്ങൾ ഇതുവരെയുള്ള സീസൺസ് എല്ലാം കണ്ടവരാണെങ്കിൽ കിച്ചൺ മാജിക്കിൻ്റെ പല പല റൗണ്ട്സിലും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് വരാം. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സ്വീറ്റാണ് നോർമലി രസഗുള. ഉരുണ്ട സോഫ്റ്റ് ആയിട്ടുള്ള രസഗുള അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം നല്ല ഇത് ഒരു എന്താ പറയുക, ബംഗാളി ഡിഷ്. സോ അത് പലർക്കും ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ളൊരു സത്യമാണ്. എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമാണ്. ടിന്നിലൊക്കെ വാങ്ങാൻ കിട്ടും റെഡിമെയ്ഡായിട്ട്. പക്ഷെ നമ്മളത് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നല്ലതായിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു പക്ഷേ നല്ല റെസിപ്പീസ് കിട്ടിയാലും നിങ്ങളുടെ കയ്യിൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച്. സോ അതുകൊണ്ട് നമുക്കൊരു രസഗുളയിലേക്ക് തന്നെ പോകാം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രിക്കിയാണ്. അത് കറക്റ്റ് ടെമ്പറേച്ചർ നമുക്ക് പാല് സ്പ്ലിറ്റ് ചെയ്യണം. Otherwise, there is no difference between paneer and chena. So, be careful. It's a very tricky. It sounds very good that rasgulla, but it's very tricky. Make sure that. ഒരു പനീറിന്റെ ലെവലിലേക്ക് പോകരുത്. ഭയങ്കര റബ്ബറിഷ് ആയിരിക്കും. അതിനെക്കാട്ടി തൊട്ട് മുന്നേ ഉള്ള സ്റ്റേജിലാണ് ഇരിക്കേണ്ടത്. എന്നാലേ ആ ഒരു സോഫ്റ്റ് ടെക്സ്ചർ കിട്ടും. ഇതിന് ഒരുപാട് സമയമൊന്നും വേണ്ട. 1/2 മണിക്കൂർ സമയം തന്നെ ധാരാളം. ഹാഫ് ആൻ അവർ മതിയല്ലോ. നമ്മൾ എലിമിനേഷൻ റൗണ്ടിലാണ് നിൽക്കുന്നത്. നമ്മളിന്ന് എലിമിനേഷൻ റൗണ്ടിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ഐറ്റമാണ് കിട്ടിയിട്ടുള്ളത്. രസഗുളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താ നോക്കാം. പാല്, ഏലക്ക, മിൽക്ക് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് പനീർ കുഴയ്ക്കുന്ന സമയത്ത് കിട്ടിയില്ലെങ്കിൽ ബോളായിട്ട് കിട്ടുന്നില്ലെങ്കിൽ മാത്രം ആഡ് ചെയ്യുക. പിന്നെ ഷുഗർ, ലെമൺ ജ്യൂസ്, ഇത് വെച്ച് നമുക്ക് എങ്ങനെ ഉണ്ടാകും. ആദ്യം നമുക്ക് മിൽക്ക് ബോയിൽ ചെയ്തെടുക്കാം.
കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കുക, നന്നായി പൊടിഞ്ഞു കിട്ടാനാണ്. ഏലക്ക ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ട് പിരിച്ചെടുക്കാം. നമ്മൾ പാല് പിരിഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒന്ന് മസ്ലിൻ ക്ലോത്ത് വെച്ച് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇതിലുള്ള വെള്ളം മൊത്തം പോയി കിട്ടണം നമുക്ക്. അതിലേക്ക് നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഈ ഷുഗർ സിറപ്പിൽ കിടന്നിട്ടാണ് നമ്മൾ രസഗുള വെന്ത് കിട്ടേണ്ടത്. സെയിം ഗുലാബ് ജാമുൻ ഒക്കെ ആണെങ്കിൽ നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ടൊക്കെയാണ് ഷുഗർ സിറപ്പിലിടുക. ഇത് ഇവിടെ ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഷുഗർ സിറപ്പിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതൊരു തണുത്ത വെള്ളത്തിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് പനീര് വേറൊരു പാത്രത്തിലേക്ക് ബൗളിലേക്ക് മാറ്റി വെക്കാം. നന്നായി നീഡ് ചെയ്തിട്ട് എടുക്കണം. മിൽക്ക് പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി നീഡ് ചെയ്യാം. നന്നായി നീഡ് ചെയ്ത് ഡോ ആക്കി മാറ്റി. ചെറിയ ബോൾസ് ഉണ്ടാക്കി വെക്കാം നമുക്ക്. സെയിം ഗുലാബ് ജാം പോലെ തന്നെ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് നമുക്കെടുക്കാം. ഷുഗർ സിറപ്പിലേക്ക് നമുക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. തിളച്ച് വരുന്ന ഷുഗർ സിറപ്പിലേക്ക് നമുക്ക് പനീർ ബോൾസ് ഇട്ട് കൊടുക്കാം. ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥി ഒരു തവണ ഉണ്ടാക്കി നോക്കിണ്ടായിരുന്നു. നിങ്ങൾക്ക് പഠിക്കാനൊന്നും ഇല്ലേ സ്കൂളിൽ? ഒരുവിധം ഇവിടെ പറയുന്ന മിക്ക ഐറ്റംസ് നിങ്ങൾക്ക് സിലബസിൽ ഉള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം ഉണ്ട്. പക്ഷെ നമ്മൾ എന്നുവെച്ചാൽ ഒരു ലാബിലെ എല്ലാം ഒരാളും തന്നെ ഇല്ല, സ്പ്ലിറ്റ് ഉണ്ടെങ്കിൽ പല രീതിയിലേക്ക്. അപ്പോൾ നമുക്ക് ചിലത് റെസിപ്പീസ് മാത്രമേ കിട്ടുള്ളൂ, ചിലത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്ത നമ്മളിപ്പോൾ ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ നിങ്ങളുടെ പഴയ നോട്ട്സും എല്ലാവരുടെ ഫ്രണ്ട്സിന്റെ നോട്ട്സും ഒക്കെ എടുത്ത് ഷെയർ ചെയ്ത് കുറെ വർക്ക് ചെയ്യണ്ടേ? ചെയ്യുന്നില്ല. മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് അതിനുള്ള ചെയ്ത് കോളേജിലേക്ക് എത്തുമ്പോഴാണ് വീട്ടിലിടയ്ക്കിടയ്ക്ക് നിൽക്കാറില്ലേ? അതല്ല ഇപ്പോൾ ഷോ ആയതുകൊണ്ട് ഇപ്പോൾ ഞാൻ അധികം ഷോ അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പോകുന്നൊക്കെയുണ്ട്. വീട്ടിലേക്ക് പോയിട്ട് അതിൻ്റെ എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബേക്കിംഗ് ഒക്കെ പഠിച്ചത് ഇപ്പം അങ്ങനെയാണ്. ബേക്കിംഗ് അത്ര അറിയില്ലായിരുന്നു. ഞാൻ പാലിൽ വെച്ചിട്ട് മിൽക്ക് പൗഡർ ഇട്ട് നന്നായിട്ട് നീഡ് ചെയ്യുന്ന സമയത്ത് ഇതാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബോൾ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മിൽക്ക് പൗഡർ കൂടി ഇട്ടിട്ട് നീഡ് ചെയ്തു. ഞങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. കോളേജിൽ ഒരു തവണ ഞാൻ ചെയ്തായിരുന്നു.
സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പം പാല് തിളപ്പിക്കാനുള്ളതാണ് ആദ്യത്തെ ജോലി. പാല് നല്ലതായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടി പാല് നല്ലതായിട്ടൊന്ന് നമുക്ക് പുറത്തുനിന്ന് വറ്റിച്ചെടുക്കാം. നമുക്ക് നല്ലൊരു മിൽക്കിൻ്റെ ഒരു മണമോ കൂടുതൽ എഫക്റ്റ് കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് മിക്സിയിൽ നമ്മുടെ ഏലക്ക ഒന്ന് പൊട്ടിയെടുക്കാം. ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ രസഗുള ഇടാനായിട്ടുള്ള സിറപ്പ് വേണം. അങ്ങനെ നമുക്കൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ട് സിറപ്പ് ഉണ്ടാക്കിയാൽ മതി. ഒരു 1.25 കപ്പ് വെള്ളം ഞാൻ ഒഴിക്കുകയാണ്. പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒഴിക്കാം, കുഴപ്പമില്ല. ഓക്കെ, ഇതിന് ശേഷം വെള്ളം ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഏകദേശം നമ്മുടെ മിൽക്ക് റെഡിയായി വരുന്നുണ്ട്. ഇതിനകത്തൊരു ശകലം പാല് മാറ്റി വെക്കുവാണ്. കാരണം ചിലപ്പോൾ നമുക്ക് ഈ രസഗുള ഒന്ന് ബോൾസ് ആക്കുമ്പോൾ നമുക്കൊരു പിടുത്തം കിട്ടുന്നില്ലെങ്കിൽ നമ്മളതിന് മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കും. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പാലൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതിനുവേണ്ടി ഞാൻ കുറച്ച് പാല് മാറ്റി വെക്കാൻ പോകും. പാല് ഒരു നാരങ്ങ കട്ട് ചെയ്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലിനെ തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ നാരങ്ങയുടെ സീഡൊക്കെ കളഞ്ഞിട്ട് ആ സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സിറപ്പോടെ റെഡിയാക്കി എടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാര ചേർക്കുകയാണ്. ഒരു കപ്പ് പഞ്ചസാരയ്ക്ക് നമ്മൾ 1.5 കപ്പ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. നമ്മുടെ പഞ്ചസാര പാനിക്ക് ഒരു ഏലക്കയുടെ ഫ്ലേവർ വരണം. അതിനുവേണ്ടി നമുക്ക് ഏലക്കയുടെ ചതച്ച് കൊടുക്കാം. നമുക്ക് ഏലക്ക ഞാൻ ഫുള്ളായിട്ട് ഇടുവാണ്. ഇട്ടതിന് ശേഷം നമുക്ക് ഏലക്ക അത് അരിച്ച് മാറ്റാം. ഇത് വളരെ ട്രിക്കിയായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. കാരണം ചിലപ്പോൾ ഏലക്കയുടെ ഒരു മണം കൂടാൻ സാധ്യതയുണ്ട്. ഇത്രയും വേണ്ട. ആവശ്യം ഉണ്ടെങ്കിൽ പിന്നീട് ഇട്ടാൽ മതി. കാരണം കുറച്ച് നമ്മൾ മിക്സിയിൽ അടിച്ചപ്പോൾ കുറച്ച് കൂടുതൽ ഏലക്ക ഞാൻ ഇട്ട് കൊടുത്താൽ അത്രയും നമുക്ക് ഇടേണ്ട ആവശ്യമില്ല. അത് തിളച്ച് വരുന്നുണ്ട്. നമുക്കിവിടെ ഇതൊഴിച്ച് പിരിച്ചെടുക്കാം. ഒരു നാരങ്ങയുടെ പിടിച്ച് നോക്കായിരുന്നല്ലേ. നമ്മൾ ഏകദേശം നമ്മുടെ പാല് പിരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഒരു തുണിയിൽ അരിച്ചെടുക്കണം. നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇത് നാരങ്ങയുടെ ഒരു മണമൊക്കെ മാറുന്നതിന് വേണ്ടി നമുക്ക് തണുത്ത വെള്ളത്തിൽ സോക്ക് ചെയ്തെടുക്കാം. നമുക്ക് നാരങ്ങയുടെ ആ ഒരു മണമൊക്കെ മാറി കിട്ടും. നമ്മൾ നല്ലതായിട്ട്
ശകലം കോൺഫ്ലോർ കൂടെ ഇത് പിടുത്തം കിട്ടാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇത് കുഴച്ചെടുക്കണം. നല്ലതായിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസായിട്ട് കൊടുക്കാം. അതാവുമ്പോൾ മാക്സിമം ഈ സിറപ്പ് ഇതിനകത്തോട്ട് മാക്സിമം കയറുകയും ചെയ്യും. റെഡിയായി വരുന്നുണ്ട്. കുറച്ചുകൂടെ നന്നായിട്ട് വറ്റണം. അപ്പം നന്നായിട്ട് തീയൊന്ന് കുറച്ചുകൂടെ കൂട്ടി ഫ്ലെയിം കൂട്ടി കൊടുക്കാം. പഞ്ചസാര പാനിയിലോട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് മിക്സ് ചെയ്യേണ്ടത്. നമ്മുടെ പാനി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. രസഗുളയുടെ മിക്സ് ശരിയായിട്ടുണ്ട്. അതിന് ചെറിയ ബോൾസ് ആക്കിയിട്ട് 1/2 ലിറ്റർ പാലേ എടുത്തുള്ളതുകൊണ്ട് ഒരു 4 ചെറിയ ബോൾസിനേ ഉള്ളൂ നമ്മുടെ മിക്സർ. അതൊന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കുവാണ് ഞാൻ. അതൊക്കെ വളരെ സ്ലോ സ്പീഡ് ചെയ്താണ്. ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ മിക്സ് ഈ പഞ്ചസാര പാനി കറക്റ്റ് ടെക്സ്ചർ ആയിട്ട് അതിന് ശേഷം അതിലോട്ട് നമുക്ക് ഈ രസഗുള ഇട്ട് കൊടുക്കണം. അതൊരു 10 മിനിറ്റെങ്കിലും അതിൽ കിടന്ന് ചെറുതായിട്ടൊന്ന് നമ്മുടെ ഈ പഞ്ചസാര പാനീയമായിട്ടൊന്ന് മെർജായി വരണം. എന്നാൽ മാത്രമേ നമ്മുടെ ഈ രസഗുളയിലോട്ട് ആവശ്യത്തിന് വേണ്ട മധുരമെല്ലാം ഇറങ്ങത്തുള്ളൂ. പാനിയിലോട്ട് നമ്മുടെ ഈ രസഗുള ഇട്ട് കൊടുക്കണം. നമ്മുടെ രസഗുള ശരിയായിട്ടുണ്ട്. ഞാനത് നമ്മുടെ തയ്യാറാക്കി വെച്ചേക്കുന്ന പഞ്ചസാര സിറപ്പിലോട്ട് മാറ്റുവാണ്. എന്തായി കാര്യങ്ങളൊക്കെ? ഏകദേശം എത്ര പാലുണ്ട്? 4 ലിറ്റർ പാലെടുത്തു. 1/2 ലിറ്റർ ചെറിയ ക്വാണ്ടിറ്റിയിൽ ചേർത്ത് വെച്ചത് തിരിച്ച് അതിനകത്ത് ഒരു നല്ലതായിട്ട് അരിച്ചതിന് ശേഷം തണുത്ത വെള്ളത്തിലൊന്ന് ഒന്ന് അതിൻ്റെ നാരങ്ങ മണമൊക്കെ പോകാനായിട്ട് പിന്നെ നല്ലതായിട്ട് അതിന് ശേഷം ഒരു പിടുത്തം കിട്ടാൻ വേണ്ടി നമുക്ക് മിൽക്ക് പൗഡർ കൊടുക്കും. കുറച്ച് അത് കൊടുക്കും. അതിന് ശേഷം ചെറിയ ഉരുളകളാക്കി അതിന് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി ആ ഒരു കറക്റ്റ് അതിന് 1/4 കപ്പ് പഞ്ചസാരയ്ക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു. എത്ര നേരം നടക്കും? ഒരു 10 മിനിറ്റ് എടുത്തു. ഫസ്റ്റ് ടൈം? അതെ അതെ, എല്ലാവരും ഫസ്റ്റ് ടൈമാണ്. പക്ഷേ ഇതൊക്കെ പ്രതീക്ഷിക്കേണ്ടതായിരുന്നു അല്ലേ? റസ്ഗുള, ഗുലാബ് ജാമൊക്കെ കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കൊടുത്തതാണ്. രസഗുല്ല ഭയങ്കര ട്രിക്കിയാണ്. നമ്മളത് നല്ലോണം അതിൻ്റെ ഒരു ബോൾസ് ഉണ്ടാക്കൽ ഒരു ട്രിക്കി പോർഷനാണ്. ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ കുറേ നാളായി. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പാലുണ്ട്. നമുക്ക് 1 ലിറ്റർ പാല് വേണം. നമുക്ക് ആക്ച്വലി പാല് പിരിക്കുകയാണ് വേണ്ടത്. നമ്മുടെ പാലിവിടെ തിളക്കട്ടെ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു പഞ്ചസാര പാവ് കാച്ചാം. നമുക്കിവിടെ നാരങ്ങയുണ്ട്. അത് എടുത്ത് നമുക്ക് പാല് പിരിക്കണം. കാരണം അതിൻ്റെ ജ്യൂസ് എടുക്കാം നമുക്ക്. ഒരു നാരങ്ങയുടെ നീരുണ്ടാവും. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ. അതിൻ്റെ വാട്ടർ കണ്ടൻറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിക്കോട്ടെ. ഇതിൽ ആക്ച്വലി നമ്മൾ ഈ ഷുഗർ സിറപ്പിലിട്ടാണ് നമ്മുടെ രസഗുല്ല ഉണ്ടാക്കുന്നത്, വേവിക്കണത്. അപ്പോൾ അതിലേക്ക് ഈ നമ്മൾ ഷുഗറൊന്നും ഇട്ടിട്ടല്ല മാവ് കുഴക്കണേ രസഗുല്ലയ്ക്ക് വേണ്ടിയിട്ട്. ഇതിനകത്ത് കിടന്നാണ് ആ സാധനം വേവണേ. അപ്പോൾ അത് കാരണം ഇത് നല്ലോണം നമ്മൾ പാവ് കാച്ചെടുക്കുക. പഞ്ചസാര അത് ഇതിൽ നിന്നാണ് വലിച്ചെടുക്കുന്നത് രസഗുല്ല. ഇപ്പോൾ
കുറച്ചും കൂടി പഞ്ചസാരയിട്ട് പാവ് കാച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ രസഗുല്ല ഉണ്ടാക്കുന്നത് ഡിപ്പായി ഉള്ളിൽ കിടക്കണം സോക്കായിട്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പഞ്ചസാരയും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം, കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ പാല് നല്ലോണം തിളച്ചിട്ടുണ്ട്. നാരങ്ങനീര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് പാല് പിരിയും. പഞ്ചസാര ഇനി അലിയാനുണ്ട്. പാല് ഒരു ക്രീം മേളിലും വെള്ളം താഴെയുമായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആവണ വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം താഴ്ന്നു വന്നിട്ടുണ്ട്, അത് നമുക്ക് വേണ്ട. ഈ വെള്ളം ആക്ച്വലി നമ്മൾ ഈ രസഗുല്ല ഉണ്ടാക്കുമ്പോൾ ഈ പനീർ, ഇത് നമ്മൾ ആക്ച്വലി പനീറാണ് ഉണ്ടാക്കണേ, കോട്ടേജ് ചീസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അപ്പോൾ ഈ വെള്ളം നിങ്ങൾക്ക് ചപ്പാത്തിക്ക് മാവ് ഒഴുക്കാൻ ഉപയോഗിക്കാം. നല്ല സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും ഈ വെള്ളം നിങ്ങൾ യൂസ് ചെയ്ത് ചപ്പാത്തി കുഴച്ചാൽ. ഫസ്റ്റ് ലെവലൊന്ന് ഈ വെള്ളം അരിച്ചെടുക്കാം. ഒരു ലെവല് നമുക്ക് മസ്ലിൻ ക്ലോത്ത് ഇട്ടിട്ടൊന്ന് അരിക്കാം. അതിനകത്ത് വീണ്ടും നമുക്ക് കുറച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഈ സെയിം സ്ഥലത്തിട്ട് കഴുകണം. ബിക്കോസ് നമ്മൾ ലൈം ജ്യൂസ് ഇട്ടാലേ അപ്പോൾ ആ പുളി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഒരു ലെവലൊന്നും കഴുകാം. പഞ്ചസാര പാനി നല്ല ട്രാൻസ്ലൂസൻ്റായി ഒരു നൂൽ പരുവത്തിൽ റെഡി ആയിട്ടുണ്ട്. പിന്നെ അവിടെ പനീറുണ്ട്. ഇത് ശരിക്കും കുഴച്ചെടുക്കുക. അതിലാണ് നമ്മുടെ രസഗുല്ലയുടെ സക്സസ് ഇരിക്കണേ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടി കുറച്ച് മിൽക്ക് പൗഡർ ഇടുക. ഇപ്പം നമ്മുടെ ചപ്പാത്തിയുടെ മാവിനെ പോലെ നമുക്കൊരു കുഴക്കാൻ വേണ്ടിയിട്ടൊരു ഇത് കിട്ടുന്നുണ്ട്. നല്ലോണം നീഡ് ചെയ്തെടുക്കുക. അതാണ് അതിൻ്റെ മെയിൻ സോഫ്റ്റ്നെസ്സും ആ ഫ്ലഫിനെസ്സും ആവണേൻ്റെ ഒരേ ഒരു സീക്രട്ട് രസഗുല്ലക്ക് നമുക്ക് നല്ലോണം നീഡ് ചെയ്തെടുക്കലാണ്. നമുക്ക് നമ്മുടെ ബോൾസ് ഈ തിളക്കണ പഞ്ചസാര പാനിലേക്ക് ഇടാം. ഇതിൽ കിടന്നാണ് ഇത് മുങ്ങി അതിന് ഇത് ആക്ച്വലി എണ്ണയിലും വീർക്കും കുറച്ച്. പിന്നെ ആ മധുരം ഒക്കെ കയറണത് ഈ ഒരു കുക്കിംഗ് ടൈമിലാണ്. നമ്മുടെ രസഗുല്ല കുറച്ച് വീർത്തൊക്കെ വരുന്നുണ്ട്, കണ്ടോ? നമ്മൾ ഇഡ്ഡലിയിലും കൂടുതൽ വലിയ വലിപ്പം ആയിട്ടുണ്ട്. അധികം വലിപ്പം കൊടുക്കരുത്. ഇതിൽ കിടന്നിട്ടൊന്ന് വീർക്കും. 10 മിനിറ്റ് കുക്കിംഗ് ടൈം ഉണ്ട്. തന്നെ പഞ്ചസാര പാനിയിൽ സോക്ക് ചെയ്തിട്ട് അതിങ്ങനെ നല്ലോണം പഞ്ചസാര അതിൽ കൂട്ടായിട്ട് അതുപോലെ അത് നല്ലോണം അത് വലിച്ചു കൊടുക്കണം. നമ്മുടെ രസഗുല്ല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം രസഗുല്ല എടുക്കാം. കളർ ഡിഫറൻസ് ഉണ്ടല്ലോ. ഞാൻ മറ്റേ എന്താ പറയുക, ഷുഗർ സിറപ്പിൽ കുറച്ച് ലെമൺ ഇട്ടു. ലെമൺ ജ്യൂസ് ജസ്റ്റ് ഒരു 2 പിഞ്ച്. പിന്നെ ഏലക്കപ്പൊടി ഞാനൊന്ന് അരിച്ചെടുത്തതാണ്. പക്ഷെ എന്നാലും കളർ വന്നു. ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു ആ മറ്റേ പാവുകാശയിലാണ്
മിസ്റ്റേക്ക് പറ്റി. അമ്മയ്ക്ക് അത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സ്കൂളായുടെ ഒരു ടെക്സ്ചറും കളറും കറക്റ്റായിട്ട് വരണം. നമുക്ക് നോക്കാം ഓക്കെ എങ്ങനെയാണെന്ന്. Coco's Kitchen Magic powered by Kitchen Treasures and presented by Datri Impure Tasting and Judgment. എലിമിനേഷൻ റൗണ്ടിലെ റസ്കുള എന്നുള്ള വിഭവം നമ്മളുടെ കണ്ടസ്റ്റൻസ് എല്ലാം, അതായത് ഈ ഡേഞ്ചർ സോണിലുള്ള ആൾക്കാർ ഈ റൗണ്ടിൽ എലിമിനേഷൻ റൗണ്ടിലുള്ളവരെല്ലാം തയ്യാറാക്കി അവരുടെ ആ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അതിൽ ആദ്യത്തെ 3 ആൾക്കാരെ നമുക്ക് വിളിക്കാം, 3 കണ്ടസ്റ്റൻസ്. അപ്പോൾ ആ 3 പേരും വരിക. അപ്പോൾ നമ്മളുടെ എലിമിനേഷൻ റൗണ്ടിലുള്ള 3 കണ്ടസ്റ്റൻസ് ഇവിടെ റെഡിയായി നിൽക്കുവാണ്. Call them. യെസ്, So ഫസ്റ്റ് ഷാനവാസ്. ഷാനവാസ്, so Shahnawaz, എങ്ങനെയാണ് എക്സ്പീരിയൻസ്? നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഏകദേശം ശരിയായെന്ന് തോന്നുന്നു. രസഗുള ഉണ്ടാക്കിയിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഒരു തവണ ഉണ്ടാക്കിയിട്ടുണ്ട്. എവിടെ? അത് ഞാൻ പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് ഇത് പ്രാക്ടിക്കൽ ചെയ്താണോ? എവിടെ? കോളേജിലോ? കോളേജ് ഫസ്റ്റ് ഇയറിലുണ്ടായിരുന്നു ആ സമയത്ത്. അത് ശരി. രസഗുള സ്പോഞ്ചി ഇല്ല. രസഗുള സപ്പോസ് ടു ബി സ്പോഞ്ചി. അത് സ്റ്റേജിൽ വന്നില്ല. സ്പോഞ്ചി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സ്പോഞ്ച് എന്ന് പറഞ്ഞാൽ അകത്ത്, സ്പോഞ്ചിന്റെ അകത്തെ ടെക്സ്ചർ എന്താ? എങ്ങനെയിരിക്കും? എങ്ങനെയിരിക്കും പറയും? When you press the sponge, it automatically comes back. അതില്ലേ? ഒരു ഷേപ്പിലേക്ക് മാറ്റിയിട്ട് ഇങ്ങനെ വിട്ടാലും ആ അതേപോലെ പഴയ ഷേപ്പിലേക്ക് വരും. അതിനകത്തേക്ക് ഷുഗർ ഇങ്ങനെ വലിച്ച് കയറി. അതാണ് ടെക്സ്ചർ. ആ ടെക്സ്ചർ ആണോ? നല്ല സോഫ്റ്റ് ആണ്, പക്ഷെ സ്പോഞ്ച് ചെയ്യും. Sugar syrup, രസഗുളയില് sugar syrup should be very clean. Clean ഉണ്ടാവും. അത് ക്ലീൻ ചെയ്യാൻ എന്താ ഇടണം? ഞാൻ കാർഡമൺ ഇട്ടിട്ടുണ്ടായിരുന്നു അതില്. അതിന്റെ പിന്നെ അത് അരിച്ചിട്ടൊന്നും എടുത്തില്ല അതിലേക്ക്. You have to take out the dirt from അതിനെന്താ ചെയ്യുന്നത്? പഞ്ചസാരയിലെ മാലിന്യങ്ങൾ കളയാം. ലെമൺ ജ്യൂസ് അങ്ങനെ വ്യക്തമായി ചോദിക്കാം മലയാളത്തിൽ. ലെമൺ ജ്യൂസ് ആഡ് ചെയ്തു. ഇട്ടായിരുന്നോ? അങ്ങനെ ക്ലിയർ ചെയ്തില്ല. ഷുഗർ സിറപ്പിന് ഫ്ലേവർ ഉണ്ട്. ഏലക്കായ, മറ്റു കാര്യം വേറെന്ത് ഏലക്ക മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാൻ ഡോ നീഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മിൽക്ക് പൗഡർ ചേർത്തിട്ട് നീഡ് ചെയ്തു. ഇതിനകത്ത് 2 കാര്യമുണ്ട്. ഒരു മിക്സ് ദ ഡോ അത് പെട്ടെന്ന് ചെയ്യണം. അമൗണ്ട് യു ഡു നീഡിങ് നോ, അതിൻ്റെ ഫാറ്റില്ലേ അത് പോവും. സോ യു ഹാവ് ടു ഡു ഇറ്റ് ഫാസ്റ്റർ, മേക്ക് ദ ബോൾ ആൻഡ് പുട്ട് ഇൻ ദ ഷുഗർ സിറപ്പ്. എത്രയും നീര് ഇട്ടിട്ട് നോക്കൂലേ, ഡ്രൈ ആയിട്ട് പോകും. താമസിക്കും തോറും മനസ്സിലായി. അത് വളരെ ട്രിക്കിയാന്ന് പറഞ്ഞതിന്റെ കാര്യം അതാണ്. അത് എന്താ പറയാ, പിരിയുന്നതിനൊരു ടൈമിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നീര് ചെയ്യുന്നത് വളരെ ഇതാണ്. പിന്നെ അത് വാഷ് ചെയ്ത് എടുക്കുന്നത് ഒരു പ്രധാന കാര്യമാണ്. അത് നന്നായിട്ട് പിന്നെ അത് പെട്ടെന്ന് ഇങ്ങനെ ചെയ്തിട്ട് നല്ലതായിട്ടൊരു ലൂസ് പാക്കിങ്ങിലാണ്. അപ്പോൾ ഇങ്ങനെ ഇതാവില്ല, സ്പഞ്ചി ആയിട്ട് അതിങ്ങനെ അത് ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് ഡബിൾ സൈസ് ആയിട്ടാണ് വരുന്നത്. ഇനി അടുത്ത ആള് മിലി വരും. So Millie, how was the experience of rasgulla? നല്ലായിരുന്നു സർ. While making it, what do you keep it in your mind? ഞാൻ നല്ലോണം നീഡ് ചെയ്യണമെന്നാണ് മനസ്സിൽ, അതറിയായിരുന്നു. കുറച്ച് അധികം നേരം ലംസ് പോലെ ഉണ്ടായിരുന്നൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നല്ലോണം സ്മൂത്ത് മിക്സ്ചറായിട്ട് നീറ്റ് ഡൗൺ ചെയ്തു. അപ്പോൾ സോഫ്റ്റ്നെസ് വരാനായിട്ട് അതാണ് കൂടുതൽ ഞാൻ നോട്ട് ചെയ്തത്. ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ട് മാം വീട്ടിൽ, പക്ഷേ കുറേ നാളായി
റീസെൻ്റ്ലി നല്ലത് അല്ല. ഷുഗർ സിറപ്പ് ഭയങ്കര തിക്കാണ്. ഇത് when you put lemon juice or vinegar? ഇല്ല, ലെമൺ ജ്യൂസ് ആയിട്ട്. ലെമൺ ജ്യൂസ് എത്ര ടെമ്പറേച്ചർ ഉണ്ടാവും? ഓൾമോസ്റ്റ് അത് ബോയിലായി വന്നപ്പോഴത്തേക്ക് ഇട്ടു. You know, there is when somebody makes a rasgulla, every time remember, there is a difference of temperature. Temperature നോക്കണം നമ്മൾ. How we check in hotel, like നമുക്ക് കൈ ഇട്ടിട്ട് നോക്കാം. If your finger is not burning, at that time you have to add the lemon juice. Boil ചെയ്ത് ഇടുമ്പോൾ അത് പനീരാ. It's not ബോയിലിംഗ് പോയിന്റ് എത്തരുത്. ഓക്കെ. മനസ്സിലായോ? So either you boil it and bring it to a temperature where finger അതറിയില്ലായിരുന്നു, ഇപ്പൊ സാർ പറഞ്ഞപ്പോഴറിഞ്ഞ. so then only the softness come. Then you have to clear your sugar syrup clear ചെയ്യണം. അത് ഞാൻ ലെമൺ ജ്യൂസ് ഇട്ടായിരുന്നു. പക്ഷേ ക്ലിയർ ആയില്ല. should be very clear, transparent clear ആണ് ഇതുപോലെ. ഞാൻ ആക്ച്വലി എനിക്ക് ഓവർ കുക്ക് ചെയ്തു തോന്നുന്നു. Maybe that's why I told you it's very tricky to make. ഭയങ്കര ഹാർഡ് ആയിട്ടുണ്ട്. Because of the hard, you see this sugar syrup is not gone inside. It's still white in color. See this? Soaks in this. Because your rasgulla is becoming paneer now. And if you go to north, in the sugar syrup they put Rita. You know what is Rita? When you ladies put in the hair to make it smoother. Wait and get it here. As a tip I am giving you Rita. When you put Rita, the sugar syrup will come up and it produces heat inside the rasgulla. That's why the sugar syrup goes inside. അതെല്ലാം അവിടുത്തെ ടെക്നിക്സ് ആണ്. പക്ഷെ റീറ്റ ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതിന്റെ പാവായിട്ട് ആവണ്ട. ഒരു നിർബാധിച്ച് ഇങ്ങനെ ഒട്ടില്ല. ഒരു ഷുഗർ സിറപ്പായാൽ മതി, ഒരു കൊഴുപ്പുണ്ടായാൽ മതി. മനസ്സിലായില്ലേ? ജസ്റ്റ് ഒരു പുള്ളിക്കാരൻ്റെ ഷുഗർ സിറപ്പ് കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റ് ആയിട്ട്. ബട്ട് ഇത് പനീർ ലെവലിലേക്ക് പോയി ഹാർഡായി പോയി അകത്തേക്കൊന്നും അതായത് വൈറ്റ് കളർ ഇരിക്കുന്നത് അകത്തോട്ട് കയറിയിട്ടില്ല ഷുഗർ. മനസ്സിലായി? അത് ഭയങ്കര സ്റ്റിക്കിയായി, അത് ഒരുപാട് ടൈറ്റ് ആയിപ്പോയി. ഇത് ഹാർഡ് പോയി. അത് പനീറിന്റെ ലെവലിലേക്ക് പോയി. തിളച്ചിട്ടല്ലേ ഒഴിച്ചത്? അങ്ങനത്തെ കുറെ പ്രശ്നം. ഓക്കെ, നോക്കാം. ഇനി അടുത്ത ആള് സുഹിൽ. സുഹിലിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞു തുടങ്ങി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മാഡം. ഞാൻ ആക്ച്വലി ഇത് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ യൂട്യൂബിൽ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. സിറപ്പ് കണ്ടോ? ആ, തിക്കായിപ്പോയില്ലേ? കുറച്ച് ഗ്രെയിനിയും കൂടിയാണ് ഇത് പോരാഞ്ഞിട്ട് താഴോട്ട്. പിന്നെ അത് ക്ലിയറും ഇല്ല. ക്ലിയറും അല്ല. സോളിഡിഫൈ ചെയ്ത് തുടങ്ങുന്നു താഴോട്ട്. പിന്നെ അടിഞ്ഞ് മറ്റേ പഞ്ചസാരയുടെ ഒരു കട്ടിയായി വരും. ഇനി താങ്കളുടെ ഇത് കളറ് ഗുലാബ് ജാമിന്റെ കുറച്ച് വൈറ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നു. അല്ല മീൻ റസ്ഗുള്ളയുടെ ഒരു വൈറ്റിഷ്. When we make sugar syrup, thick ഉണ്ടാക്കുമ്പോൾ it doesn't go inside. It should be thin. അതെ അതെ. ഞാൻ ഇപ്പം ഒരു ചെറിയ പൈപ്പിൽ പോകത്തില്ല. You need a bigger pipe, right? So same condition is here. Right? So you have to be careful while cooking it. ഓക്കെ ഓക്കെ. ഇപ്പോൾ ഷുഗർ സൈഡ് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എത്ര consistency വേണം എന്നുള്ളത്. എപ്പോഴാണ് നമ്മൾ ഇത് ഇടേണ്ടതെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. തിന്നായിരിക്കണം. പിന്നെ ഇത് കുറച്ച് പേസ്റ്റിയാണ്. gone inside because you boiled it too much. മിൽക്ക് പൗഡർ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷെ എനിക്ക് തോന്നുന്നു മില്ലിയുടെ അത്ര ഹാർഡായില്ല തോന്നുന്നു. പക്ഷെ എങ്കിലും ടെക്സ്ചർ ഇസ് നോട്ട് ദാറ്റ് ഗുഡ്. നമ്മൾ 3 പേരുണ്ടാക്കിയതും ഒരു റസ്ഗുള്ളയുടെ ലെവലിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം. ഓക്കെ, ഞങ്ങളൊരു വല്ലാത്തൊരവസ്ഥയിലാണ്. കാര്യം 3 ഗുലാബ് ജാമും ഏതാണ്ടൊരു ഡിസാസ്ട്രസ് സംഗതിയായി മാറി കഴിഞ്ഞിരിക്കുകയാണ്. എങ്കിലും കോമ്പറ്റീഷൻ, എലിമിനേഷൻ റൗണ്ട്, നേരിയ വ്യത്യാസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് അതിൽ ഏതെങ്കിലും ഒക്കെ പോയിന്റ്സ് കൊണ്ട് ഒരാളെക്കാട്ടിലും ചെറിയെങ്കിലും എഡ്ജ് ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടായിരിക്കും കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ ഒരു ഡിസിഷൻ വി ഹാവ് ഡിസൈഡഡ്. ഇത് വലിയ കൺഫ്യൂഷനിലാണ് 3 പേരും. മോശം
പക്ഷേ എന്താണെന്നുള്ളതാണ് കൂട്ടത്തിൽ ഭേദം ഷാനവാസ്, കൂട്ടത്തിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും ബെറ്റർ ഓഫ് ദി ടു ആരെന്നുള്ളതാണ് കമ്പാരിറ്റീവ്ലി, അല്ലേ? അത് വലിയ ഗുണമൊന്നുമല്ല. സിറപ്പെങ്കിലും ശരിയായി വന്നിട്ടുണ്ട് അറ്റ്ലീസ്റ്റ്. ഇത് സിറപ്പും രണ്ടുപേരുടെ മോശമാണ്. ദിസ് തിങ് ഓൾസോ So we have shown them that it's not gone inside. ടോട്ടലി. It's still white in color. So that means it's very hard. That's the reason. ഞാൻ വിചാരിച്ച ശരിക്കും എനിക്ക് ഇതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവുന്നതാണ്. എല്ലാവരും സംശയം ചോദിക്കുന്നുണ്ടായിരുന്നല്ലേ മിലിയുടെ പറഞ്ഞു കൊടുക്കാനായിട്ട്? ഒരു അഡ്വൈസർ എന്നുള്ള ലെവലിൽ വരെ ഐഡിയ ഉണ്ടായിരുന്ന ആളാണ്. എങ്ങനെയാ ചെയ്യണേ, അതിന്റെ മെത്തേഡ് മെത്തേഡേ അറിയുള്ളൂ. പക്ഷെ എന്റെ ടെക്സ്ചർ, അതേത് സ്റ്റേജ്, മറ്റേ ഷുഗർ സിറപ്പിന്റെ എത്ര ടെക്സ്ചർ വേണം, കൺസിസ്റ്റൻസി, പാല് ഏത് സമയത്ത് പിരിക്കണം, അല്ലേ? അതിന്റെ ആയിരുന്നു. എത്ര ഫാസ്റ്റ് ആയിട്ട് അത് റോൾ ചെയ്യണം, എങ്ങനെ നീഡ് ചെയ്യണം, ഈച്ച് ആൻഡ് എവറിഥിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഷുഗർ ക്ലിയർ ചെയ്യണം, അല്ലേ? ഭയങ്കര ട്രിക്കി ആണെന്ന് പറഞ്ഞതിന്റെ കാര്യം ഇതാണ്. നമ്മൾ സിമ്പിളായിട്ടൊരു എനിക്ക് തോന്നുന്നു ഗുലാബ് ജാമിനെക്കാട്ടിലും പാടാണ് ശരിക്കും. അതുപോലെ പനീറിൻ്റെ जो ഫാറ്റ് കണ്ടന്റ് ഉണ്ട് ഇതിനകത്ത് is more than 50%. The Chena is more than that because you are cutting, you are distributing that milk at a lower level. You should get more fat. So when you do it at right temperature. Then only we can do a nice rasgulla. Otherwise നമുക്ക് ചെയ്യാൻ അറിയത്തില്ല, പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പൊസിഷനിലേക്ക് എത്തുന്നത്. സോ അതുകൊണ്ട് ആരാ പോകുന്നത്? നിങ്ങൾ രണ്ടിൽ ഒരാളാണ്. അത് 3-ൽ ഒരാളെ നമ്മൾ ആരാ ആര് വേണമെങ്കിലും ആവാറ്. ഇപ്പൊ വച്ച പ്രോഡക്റ്റ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി മിലിയാണ്. ഇതിൽ ബിറ്റ്വീൻ ദ 3 ഓഫ് യു ഏറ്റവും ഡിഫക്റ്റീവായിട്ട് റസ്കുല ഉണ്ടാക്കി. ആരും നല്ലതാണെന്നല്ല പറയുന്നത്, പക്ഷേ ഇറ്റ്സ് ഓൾ കമ്പാരിറ്റീവ്. എലിമിനേഷൻ ഈസ് എ പ്രോസസ്. അത് വേണം. അത് പകുതിക്ക് കഴിഞ്ഞാലെങ്കിൽ തുടങ്ങണം. ഇപ്പം നമ്മൾ 12 പേരുണ്ട്. അപ്പോൾ പറഞ്ഞു വരണമല്ലോ. എനിവേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, അല്ലേ കാര്യങ്ങളൊക്കെ. അപ്പോൾ മിലി ആണ് ഈ എപ്പിസോഡ് കഴിഞ്ഞാൽ. മിലിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? ഇറ്റ് വാസ് ഗുഡ് സർ. കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പിന്നെ മാം സാറിനൊക്കെ കുറേ ടിപ്സ് കിട്ടി. പിന്നെ നമുക്ക് എന്നുവെച്ചാൽ എന്താ ഇനി കാണാം, പക്ഷേ എങ്ങനെയാണ് അത് ആ ഒരു കുറച്ച് ടൈമിൽ നമ്മൾ എങ്ങനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യാം ഒക്കെ കുറച്ച് നോളജും ആ ഒരു എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു. ഇപ്പം തന്നെ ഇപ്പോൾ റസ്കുള ഇനി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കെയർഫുൾ ആയിരിക്കും, അല്ലേ? ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ ചെയ്ത് നോക്കും, പഠിക്കും. അതുപോലെ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇതിന് മുന്നേ ഇതുപോലെ അബദ്ധം പറ്റിയിട്ടുള്ള ഓരോ റെസിപ്പിയും നമ്മൾ ട്രൈ ചെയ്യും. എന്തൊക്കെയാണ് ഡിഫറൻസ് വരുത്തേണ്ടത്, എന്തായാലും നിങ്ങളുടെ എവിടെയാണ് നിങ്ങൾക്ക് പാളിച്ച പറ്റിയത്, അല്ലേ? ഈച്ച് ആൻഡ് എവറിത്തിങ്. വിഷമിക്കേണ്ട കാര്യമില്ല. ഇത് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞു. സോ ദിസ് ഇസ് ഇത്രയും വരെ വന്നു. ആൻഡ് ഇനിയും ഫ്യൂച്ചറിൽ ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഒരു നല്ലൊരു ഇതായിട്ട് എടുക്കുക. ഇങ്ങനെയൊക്കെ വരാൻ പറ്റുന്നത് തന്നെ വലിയ കാര്യമാണ്. അല്ല എനിക്ക് ഇഷ്ടമാണ്. സോ ഐ വിൽ അതങ്ങ് കണ്ടിന്യൂ ചെയ്യുക. കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക. മോർ എക്സ്പെരിമെന്റ്സ്, മോർ ഹാർഡ് വർക്ക്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ നിങ്ങൾ രണ്ടാളും സേഫ്. റസ്കുള എന്ന് പറയുന്നത് അത്ര വലിയൊരു വിഭവമൊന്നുമല്ല, ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. പക്ഷേ നമ്മളുടെ കണ്ടസ്റ്റൻസിന് അത് കുറച്ച് ടഫായിരുന്നു എന്നാണ് തോന്നുന്നത്. എന്തായാലും ഇന്നത്തെ എലിമിനേഷൻ റൗണ്ട് കഴിഞ്ഞപ്പോൾ ഒരു കണ്ടസ്റ്റന്റ് മിലി എലിമിനേറ്റഡ് ആയിരിക്കുകയാണ് ഈ കോമ്പറ്റീഷനിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ ഈ റസ്കുള വിശേഷങ്ങളെല്ലാം കണ്ടല്ലോ. അപ്പോൾ വളരെ സന്തോഷമുള്ള കാര്യമൊന്നുമല്ല എലിമിനേഷൻ എന്ന് പറഞ്ഞത്. വളരെ ദുഃഖത്തോടു കൂടി തന്നെ ഓരോ കണ്ടസ്റ്റന്റും പോകുമ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ വിഷമിക്കാറുണ്ട്. എങ്കിലും കോമ്പറ്റീഷനാണ്, അത് അതിൻ്റെതായ സ്പിരിറ്റിൽ എടുക്കണം. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റാണ് നമുക്ക് ആവശ്യം. എന്നാലും നമ്മളുടെ എലിമിനേഷൻ റൗണ്ട് കഴിഞ്ഞിട്ടില്ല. ഇനിയും ബാക്കിയുണ്ട് 3 കണ്ടസ്റ്റൻസ്. അപ്പോൾ ആ കാഴ്ചകൾക്കായി നാളത്തേക്ക് കാത്തിരിക്കുക. അതുവരെ